ടെലിവിഷൻ സീരിയലിലൂടെ സിനിമാ ലോകത്തിലേക്ക് വന്ന മലയാളം, തമിഴ്, കന്നഡ, തെലുങ്ക് ഭാഷകളിൽ ശ്രദ്ധേയമായ വില്ലൻ വേഷങ്ങളിലൂടെ പ്രേക്ഷക മനസ്സിൽ വ്യക്തിമുദ്ര പതിപ്പിച്ച നടൻ ഡാനിയൽ ബാലാജി അന്തരിച്ചു. ഹൃദയാഘാതത്തെ തുടർന്ന് ചെന്നൈയിലെ കോട്ടിവാകത്തെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരുന്നു. ടെലിവിഷനിലൂടെയാണ് ബാലാജി ബിഗ് സ്ക്രീനിലേക്ക് എത്തുന്നത്. റിലീസ് ചെയ്തിട്ടില്ലാത്ത കമൽഹാസന്റെ ഹിസ്റ്റോറിക്കൽ ഡ്രാമ മരുതനായകത്തിന്റെ പ്രൊഡക്ഷൻ മാനേജറായിട്ടായിരുന്നു ഡാനിയൽ ബാലാജിയുടെ സിനിമാ രംഗത്തേക്കുള്ള വരവ്. 2002 തമിഴ് റൊമാന്റിക് ഡ്രാമ ഏപ്രിൽ മാസത്തിൽ എന്ന ചിത്രത്തിലൂടെയാണ് അഭിനയ ജീവിതത്തിന്റെ തുടക്കം. കമൽഹാസന്റെ വേട്ടയാട് വിളയാട്, സൂര്യയുടെ കാക്ക കാക്ക, ധനുഷിന്റെ വട, ചെന്നൈ തുടങ്ങിയ സിനിമകളിൽ മികച്ച കഥാപാത്രങ്ങൾ ലഭിച്ചിരുന്നു. മമ്മൂട്ടി നായകനായ ബ്ലാക്ക് എന്ന സിനിമയിലൂടെയാണ് മലയാളത്തിലേക്ക് ബാലാജി ആദ്യമായി എത്തുന്നത്. പിന്നീട് മോഹൻലാലിന്റെ ഭഗവാനിലും മമ്മൂട്ടിയുടെ ഡാഡി കൂളിലും അഭിനയിച്ചു. മലയാളി പ്രേക്ഷകരിലും ശ്രദ്ധ പിടിച്ചുപറ്റി. 22 വർഷത്തെ അഭിനയത്തിൽ ശ്രദ്ധേയമായ 50-ലധികം കഥാപാത്രങ്ങൾ ചെയ്തു ഫലിപ്പിക്കാൻ സാധിച്ചു അദ്ദേഹത്തിന്.